ഇന്ന് നമുക്കൊരു ടീ കേക്കിന്റെ റെസിപ്പി നോക്കിയാലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഇതേ നമ്മൾ ഉണ്ടാക്കാനുള്ള ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ തടവി കൊടുക്കും. ഇതാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യണ കാര്യം. ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കാം. അരക്കപ്പ് മൈദയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കും. അതിനുശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഓഫ് സോൾട്ട് ചേർക്കും കേട്ടോ. ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കും. ബീറ്റർ ഒന്നും കയ്യിലില്ലെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് 6 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യുക. അതും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സിയിൽ കറക്കിയെടുക്കും. നമ്മളെ ഗീ ആഡ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഗീ ഒന്നും ആഡ് ചെയ്യരുത്. അതും റൂം ടെമ്പറേച്ചർ ഉള്ളത് ആഡ് ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുട്ടയും നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഈ മിക്സിയുടെ ജാറിലുള്ള നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴുക്കി സ്പാച്ചിൽ ഉപയോഗിച്ച് നമ്മൾ എടുക്കുമ്പോൾ മിക്സിയിൽ ഒരു വേസ്റ്റേജും വരില്ല കേട്ടോ. ശേഷം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒറ്റയടിക്കിട്ട് മിക്സ് ചെയ്ത് കട്ട വരുത്തിക്കരുത്. കുറേശ്ശെ ആയിട്ട് ഇടുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുക. കുഴപ്പമൊന്നുമില്ല. ശേഷം നമ്മൾ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുക. കാരണം എൻ്റെ കയ്യിൽ ബേക്ക് ചെയ്യാൻ ഓവൻ ഇല്ല. കേക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച പകുതി ആയപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് എടുത്തത്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.